ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 54. നമ്മളിപ്പോൾ നോക്കുന്നത് മണ്ഡലം 1 സൂക്തം 24 6 മുതലുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ദേവത എന്താണ്? 6 മുതലുള്ള 15 വരെയുള്ളതിൽ ദേവത വരുണനാണ്. അതിൽ നമ്മളിന്ന് 6 മുതൽ 9 വരെയുള്ളത് നോക്കുന്നത് വരുണനെ പറ്റിയുള്ളത്. വരുണൻ ആരാണെന്ന് നമുക്കറിയാം. ഓർബിറ്റുകളാണ്. വരുണ പാശത്താലാണ് നമ്മളെല്ലാം ബന്ധിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ആറ്റങ്ങളെ കൊണ്ടാണ് നമ്മളെ നിർമ്മിച്ചിരിക്കുന്നത്. ആറ്റങ്ങളെ ബന്ധിച്ചിരിക്കുന്നതോ ഓർബിറ്റുകളിലാണ്. ഈ ഓർബിറ്റുകൾ എവിടെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ അകത്ത് മുതൽ ഏറ്റവും ചെറിയത് ആറ്റമാണ്. ആറ്റത്തിൽ പോലും ഓർബിറ്റാണുള്ളത്. ഇലക്ട്രോണ് ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റ് ഭ്രമണപഥത്തിലാണ് ചുറ്റുന്നത്. അങ്ങനെയുള്ള ആറ്റങ്ങളെ ഈ ഭ്രമണപഥങ്ങൾ തമ്മിൽ യോജിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ശരീരത്തിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടായപ്പോൾ ആ പ്രപഞ്ചത്തിലും ഓർബിറ്റുകളിലാണ് ഗ്രഹങ്ങളെല്ലാം ഓരോ ഓർബിറ്റുകളിലാണ് സൂര്യനെ ചുറ്റിയെല്ലാം ചുറ്റുന്നത്. അപ്പം ഇതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ വരുണനാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കർമ്മങ്ങൾക്ക് പിന്നിൽ വരുണനാണ്. നമ്മൾ കഴിഞ്ഞതിൽ അച്ഛനെയും അമ്മേനെയും കിട്ടാം ഭൂമിയിൽ ജനിക്കാൻ. ഏത് ദേവനെയാണ് നമ്മൾ സ്തുതിക്കേണ്ടതെന്നെല്ലാം പറയുമ്പോൾ ആദ്യം അഗ്നിയെ, പിന്നെ സൂര്യനെ, അടുത്തുള്ളത് എല്ലാ രാസപ്രവർത്തനങ്ങളുടെ പിന്നിലായാലും പ്രപഞ്ചത്തിൻ്റെ കാര്യമായാലും എല്ലാ ഓർബിറ്റുകളായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ ഓർബിറ്റുകളാണ് അടുത്ത ദേവത. അത് കുറേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് 4 മന്ത്രങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം എന്താണ് പറയുന്നതെന്ന് നോക്കാം. വേദം മണ്ഡലം 1 സൂക്തം 24 6. നഹിതേ ക്ഷത്രം ന സഹോ ന മന്യം വയശ്ച നാമ പതയന്ത ആപുഹു നേമ ആപോ അനിമിഷം ചരന്തീർ ന യേ വാദസ്യ പ്രമിനം അന്തഭ്യം. വരുണന്റെ രാജ്യത്തും ശക്തിയിലും ക്രോധത്തിലും ഈ പറന്നു നടക്കുന്ന പക്ഷികൾക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. ജലപ്രവാഹത്തിലും ശക്തമായ വായുവിലും നിന്റെ വേഗതയ്ക്ക് ഒപ്പം എത്താൻ അവയ്ക്ക് കഴിയുകയില്ല. ഇവിടെ പറയുന്നത് വരുണനോട് പറയുകയാണ്, നിന്റെ അഖണ്ഡമായ രാജ്യത്തിൽ, അതായത് അതിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്? ഏറ്റവും ചെറുതാണെങ്കിൽ ആറ്റങ്ങൾ തുടങ്ങി, ഏറ്റവും വലുതാണ് മരുത്തുക്കൾ തുടങ്ങിയത്. മരുത്തുക്കളെല്ലാം പല ഭ്രമണപഥങ്ങളിലാണ് ഉള്ളത്. പ്രപഞ്ചഘടന 7 ലോകങ്ങൾ, 7 ലോകങ്ങളെ തന്നെ 49 മരുത്തുക്കളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതെല്ലാം ഓരോ സ്ഥാനങ്ങളിൽ ഓരോ ഭ്രമണപഥങ്ങളിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മണ്ഡലത്തിലും അതിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ശക്തി ഭയങ്കരമാണ്. ഇലക്ട്രോണിൻ്റെ അകത്തുള്ള ന്യൂക്ലിയസാണ് ന്യൂക്ലിയർ ബോംബായിട്ട് തീരുന്നത്. അപ്പോൾ അതിലുള്ള ഇലക്ട്രോണിൻ്റെ ശക്തിയാണ്, ഓർബിറ്റുകളുടെ ശക്തിയാണ്, ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ ശക്തിയാണ് മറ്റുള്ളതുമായിട്ട് കൂടി ചേർന്ന് പുതുതായി പറ്റുന്നത്. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ ഗ്രഹങ്ങളുടെ ചലനമനുസരിച്ചാണ് ലോകം മുഴുവൻ ചലിക്കുന്നത്. അപ്പം അതിൻ്റെ ശക്തിയിലും ക്രോധത്തിലും, ക്രോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ ക്രോധം എന്താണ്? ആറ്റത്തിനെ എട്ടാക്കാൻ വേണ്ടിയിട്ട് ഏതിനെ കണ്ടായാലും കേടി പിടിച്ചിട്ട് വെട്ടാക്കും. ഏറ്റവും പുറത്ത് ഓർബിറ്റിൽ 8 വേണം. അപ്പം ചില അതുകൊണ്ടാണ് ചില ആസിഡ് എല്ലാം കൈകളിൽ വന്നാൽ പൊള്ളിപ്പോകുന്നത്. കാരണം അതിന് ഇലക്ട്രോൺ വേണം നമ്മുടെ ശരീരത്തിൽ നിന്ന് കയറി അറ്റാക്ക് ചെയ്യും. അപ്പം അത്രയും ആറ്റം ബോംബിനെല്ലാം അറിയാലോ. അതിൻ്റെ ക്രോധം എന്ന് പറഞ്ഞാൽ ആറ്റം ബോംബ് കൂട്ടിയാലുള്ള അവസ്ഥ എന്താണ്? അല്ലെങ്കിൽ കെമിസ്ട്രി ലാബിലെല്ലാം ആസിഡുകൾ ചേർക്കുമ്പോൾ അതിൻ്റെ അകത്തു നിന്ന് വരുന്ന പതക്കെല്ലാം വല്ല കാര്യമുണ്ട്, കണക്കുണ്ടാകും. അപ്പോൾ അതിൻ്റെ ക്രോധം അങ്ങനെയുണ്ട്.
പിന്നെ പ്രപഞ്ചത്തിലുള്ള ഗ്രഹങ്ങളുടെ ചലനം കൊണ്ടെല്ലാം തന്നെയാണ്, മരുത്തുക്കളെ ചലനം കൊണ്ടെല്ലാം തന്നെയാണ് ഇത് പറ്റുന്നത്, ഈ ഭൂമി കുലുക്കെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ആ സ്ഥലത്തൊന്നും പറന്നു നടക്കുന്ന പക്ഷികൾക്കും പ്രവേശിക്കാൻ കഴിയില്ല. അതായത് പക്ഷികൾക്ക് പോലും ആ ഓർബിറ്റിലൊന്നും കയറി പോകാൻ പറ്റില്ല. ആറ്റത്തിൻ്റെ ഓർബിറ്റ് പക്ഷികൾക്ക് കയറാൻ പറ്റില്ല, അത് അത്രയും സൂക്ഷ്മമാണ്. നമുക്ക് അതിൻ്റെ അകത്തൊന്നും കൊണ്ട് കൈയിടാൻ അത്രയും ചെറുതാണത്. എന്നാൽ വലുതാണെങ്കിൽ ഇപ്പം ഭൂമി സൂര്യന് ചുറ്റുന്ന ഭ്രമണപഥമുണ്ട്, അവിടെയൊന്നും പക്ഷികൾക്കൊന്നും പോകാനൊന്നും പറ്റില്ല. മനുഷ്യന് വേണ്ടിയിട്ട് റോക്കറ്റ് കയറിയിട്ട് സൂര്യൻ്റെ ഭ്രമണപഥത്തിലൂടെയെല്ലാം ഒന്ന് കടന്നു പോകാം, പറ്റുമെങ്കിൽ മാക്സിമം. പക്ഷേ സൂര്യൻ്റെ പരിധി വിട്ടു പോകാനായിട്ടുള്ള മറ്റുള്ള സൂര്യൻ പോകുന്ന ഒരു ഭ്രമണപഥമുണ്ട്, സൂര്യനും ചുറ്റുന്നുണ്ട്. ഇനിയെല്ലാം ഭരിച്ചിട്ട് ഈ ഗ്രഹങ്ങളെല്ലാം ഭരിച്ചുകൊണ്ട് സൂര്യൻ പോകുന്നുണ്ട്. ആ ഭ്രമണപഥത്തിലൊന്നും നമുക്ക് കയറിച്ചെല്ലാം. പിന്നെ അതിൻ്റെ അപ്പുറം മരുത്തുക്കളുണ്ട്, അതിലൊന്നും നമുക്ക് പോലും പറ്റൂല ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട്. പിന്നെ പക്ഷികളെ കാര്യം പറയണ്ടാവും. എന്നിട്ട് എന്ത് പറയുന്നു, നിരന്തരം ചലിച്ച് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലത്തിനും വായുവിനും, വായു ഭയങ്കര ശക്തിയിലടിക്കും, ജലം അടിക്കും. പക്ഷെ അതിനൊന്നും ഈ ഭ്രമണപഥങ്ങളുടെ വരുണന്റെ ആ സ്പീഡോട് എത്തുന്നില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഇലക്ട്രോണ് ആറ്റത്തിന് ചുറ്റുന്ന ഭയങ്കര സ്പീഡിലാണ് ചുറ്റുന്നത്. അതുപോലെ തന്നെ സൂര്യന് ചുറ്റും ഭൂമി വളരെ വേഗത്തിലാണ് കിടക്കുന്നത്. അതുപോലെ സൂര്യനും കടന്നുണ്ട് വളരെ സ്പീഡിൽ. ഇതോടൊന്നും ഈ ഒഴുകുന്ന വെള്ളത്തിനോ അല്ലെങ്കിൽ ഈ കാറ്റിനോ അതിൻ്റെ വേഗതയൊന്നും എത്താൻ പറ്റില്ല. അതായത് ആറ്റത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയെ പറ്റിയുള്ള പരാമർശമാണ്. അതെല്ലാം ഇതിലാണ് ഈ ഒഴുകുന്ന പാത്ത്. അതിനാണ് ഭ്രമണപഥം എന്ന് പറയുന്നത്, ഗ്രഹങ്ങളെല്ലാം സഞ്ചരിക്കുന്ന പാത്ത്. ഇനി 7 എന്താണ് പറയുന്നത്? ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 24-7. അബുധ്നേ രാജാ വരുണോ വനസ്യോർത്ഥം സ്തൂപം ദദതേ പൂതദക്ഷഃ നീചീന സ്തുർ ഉപരി ബുധ്നാ യേഷാമസ്മേ അന്തർനിഹിത കേതവ സ്യുഃ. ആകാശത്തിൻ്റെ മുകൾ ഭാഗത്ത് വരുണൻ സ്ഥാപിച്ചിരിക്കുന്ന തേജസമൂഹത്തിൻ്റെ മുഖം അടിഭാഗത്തും മുകൾ ഭാഗത്ത്, അതിൻ്റെ മുഖം അടിഭാഗത്തും ചുവട് മുകൾ ഭാഗത്തുമായിട്ടാണ് ഇരിക്കുന്നത്. ഈ പ്രകാശം ഞങ്ങളുടെ അന്തർഭാഗത്ത് സ്ഥിരമായി പ്രാണൻ, അടയാളം ഇവയായി സ്ഥിതി ചെയ്യണമേ. ഇതിൽ പറയുന്നത് പവിത്രനാണ്, അതായത് ശുദ്ധമാണ്. ആറ്റങ്ങളൊന്നും പിന്നെ കലപ്പൊന്നുമില്ല. ആറ്റത്തിലായാലും സൗരയൂഥത്തിലും ഒന്നും കലപ്പൊന്നുമില്ല, എല്ലാം പവിത്രമാണ്, പരാക്രമയുക്തവുമാണ്. അതെല്ലാം ഭയങ്കര പരാക്രമങ്ങൾ കാണിക്കുന്ന, അതിൻ്റെ പരാക്രമങ്ങൾ കൊണ്ട് തന്നെയാണ് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും. ഇപ്പം പ്രകൃതിക്ഷോഭങ്ങളെല്ലാം അതിൻ്റെ പരാക്രമം തന്നെയാണ്. വരുണൻ ആകാശത്തിൻ്റെ മുകൾ ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? തേജസ് സമൂഹത്തെ സ്ഥാപിച്ചിരിക്കുന്നു. തേജസ് സമൂഹത്തെ, എത്രയോ സമൂഹത്തെ അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. അതായത് സൂര്യനെ സ്ഥാപിച്ചിരിക്കുന്നു, സൂര്യനെ പോലെയുള്ള എത്രയോ നക്ഷത്രങ്ങളെ സ്ഥാപിച്ചിരിക്കുന്നു. ആ നക്ഷത്രങ്ങളെല്ലാം കൂട്ടിയിട്ട് മരുത്തുക്കളെ സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങനെ ചുമ്മാ കൊണ്ട് സ്ഥാപിച്ചതല്ല. ചുമ്മാ കൊണ്ട് സ്ഥാപിച്ചാൽ എന്ത് പറ്റും? അതെല്ലാം ചലിക്കുമ്പോൾ കൂട്ടി ഇടിച്ച് എല്ലാം കുടുങ്ങി പോകും. ഭൂമിയെല്ലാം അതുപോലെ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം കൂട്ടിയിടിച്ചാൽ എന്താ പറ്റുക? നശിച്ചു. ചുമ്മാ കൊണ്ട് സ്ഥാപിച്ചതല്ല. അത് പറയുന്നു സമൂഹത്തിൽ അതിൻ്റെ മുഖം അടിഭാഗത്തും ചുവട് മുകൾ ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ മുഖം താഴത്താണ്, അതായത് തല എന്നത് താഴത്താണ്, ചുവട് കാല് എന്നത് മുകളിലാണ്. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? നമ്മളെ അടിസ്ഥാനത്തിൽ. നമ്മളെ നമ്മളെ അടിഭാഗം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ്. ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് മുകൾ ഭാഗം. ഭൂമിയുടെ അടിയിലേക്ക് വരുന്നതാണ് താഴെ ഭാഗം. ഭൂമിയിലേക്ക് പോകുന്നതാണ്, അതായത് ഇങ്ങനെ പോകുന്നതാണ്
താഴെ ഭാഗം, മറ്റേത് മുകൾ ഭാഗമാണ്. എന്നാൽ പ്രപഞ്ചം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ചെടിയുണ്ട് എന്ന് വെച്ചോളൂ. പ്രപഞ്ചത്തിൽ എന്താണ് 7 ലോകങ്ങളുണ്ട്. അപ്പോൾ ഒരു വലിയ ഗോളം ഇതാണെന്ന് വെച്ചോളൂ. ഇതാണ് പ്രപഞ്ചത്തിൻ്റെ ഘടന എന്ന് വെച്ചാൽ ഇത്രയും. അപ്പം ഇതിൻ്റെ അകത്ത് നിന്നുണ്ട് 7 ഗോളങ്ങളുണ്ട്. അതിനാണ് മരുത്തുക്കൾ 7 ലോകങ്ങൾ എന്ന് പറയുന്നത്. നടുവിലൊരു ലോകവും ചുറ്റും 6 പണ്ട് നമ്മൾ കണ്ടതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സെൻറ്റർ ഈ നടുവിലാണ്. അതായത് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണുള്ളത്. ഇപ്പോൾ 7 ലോകങ്ങൾ, നടുവിലൊരു ലോകം, വട്ടത്തിൽ അതുമാതിരി 6 ഇവിടെ 7. ഈ ഓരോന്നിലും 7 വെച്ചിട്ടുള്ളത്. അപ്പോൾ 7 49. അതിനാണ് മരുത്തുക്കൾ എന്ന് പറയുന്നത്. ഈ 7 ഇതാണ് നമ്മളെ ഭൂമി എന്ന് വെച്ചോളൂ. ഇതിലാണ് ഭൂമി ഉള്ളതെന്ന് വെച്ചോളൂ. അപ്പം ഈ ഭൂമിയിൽ നമ്മൾ താഴത്തോട്ട് എന്ന് പറയുന്നത് ഇങ്ങോട്ടും, ഇതിന്ന് മുകളിലോട്ടേക്ക് പോകുന്നത് മുകൾ ഭാഗമാണ്, ഇങ്ങോട്ട് പോകുന്നത്. എന്നാൽ ഈ പ്രപഞ്ചം മുഴുവനാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ഇവിടെ ഒരു വൃക്ഷം നട്ടെന്ന് വെച്ചാൽ ഈ നടുവിൽ വൃക്ഷത്തിൻ്റെ വേരിവിടെയായിരിക്കും, മുഖേലം താഴത്തോട്ടേക്കായിരിക്കും, ഇങ്ങായിരിക്കും. ഇങ്ങനെ ചെടി ഇങ്ങനെയല്ല വളരുക. അപ്പോൾ അതിൻ്റെ വേരെവിടെയാണ് ഉള്ളത്? ഈ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുന്നതിന് മുകളിൽ എന്നാണ് പറയുക. അപ്പം വേരെവിടെയാണുള്ളത്? മുകളിലും. വെടിയുടെ ചെടി താഴത്തോട്ടേക്കാണ് വളരുന്നത്. അപ്പം നമ്മൾ മുകളിൽ താഴെഞ്ഞിരിക്കുന്ന ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ്. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നാണ് ഇങ്ങോട്ടാണ്. പക്ഷെ ഇതിൻ്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ നേരെ എതിരാണ്. അപ്പോൾ ആ പ്രപഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ മുഖം എവിടെയാണ്? താഴത്തോട്ടും. നമ്മളെ ഭൂമിയായിട്ട് ചിന്തിക്കുമ്പോൾ താഴത്തോട്ടും, അതിൻ്റെ വേര് എങ്ങോട്ടേക്കാണ്? മുകളിലോട്ടും ആണ്. അതാ പ്രപഞ്ചഘടന വിവരിക്കാൻ വേണ്ടിയിട്ട് മുകളും താഴെ എന്നെല്ലാം തീരുമാനിക്കുന്ന ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ നിൽക്കുന്ന ഭൂമിയുടെ അടിസ്ഥാനത്തിലാണ്. അല്ല മറ്റേൻ്റെ വലുതെടുത്തിട്ട്. പിന്നെ ഈ പ്രകാശം ഞങ്ങളുടെ അന്തർഭാഗത്ത് സ്ഥിരമായി കേതുവായി സ്ഥിതി ചെയ്യുന്നു. കേതു എന്ന് പറഞ്ഞാൽ രാഹു കേതുക്കളുണ്ട്. അപ്പം രാഹു എന്ന് പറയുന്നത് മുകളിലും കേതു താഴെയായിട്ടാണ് വരുന്നത്. രാഹു കേതുക്കൾ എന്ന് പറയുന്ന 2 ബിന്ദുക്കളാണ്. രാഹു മുകളിലും കേതു താഴത്തുമായിട്ടാണ് സ്ഥിതി. എന്നാൽ പ്രപഞ്ചഘടനയുടെ ഒരു വിവരണമാണ്. ജ്യോതിഷലായിട്ട് ആസ്ട്രോണമിയായിട്ട് ബന്ധപ്പെട്ട ഒരു വിവരണമാണ്. ഇനി നമുക്ക് വെട്ടിൽ എന്താണ് പറയുന്നത്? ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 24-8. ഊരും ഹി രാജാ വരുണശ്ചകാര സൂര്യായ പന്ഥാമന്യേതവാഹു അപതേ പാദ പ്രതിധാതവേ കരുതാപവക്ത ഹൃദയാവിദിശ്ചേത്. സൂര്യന്റെ സഞ്ചാരത്തിനായി വരുണൻ വിസ്തൃതമായ മാർഗം നിർമ്മിച്ചിരിക്കുന്നു. നിരാശ്രയമായ ആകാശത്തിൽ സൂര്യന്റെ പാദമുറപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥയും ചെയ്തു. ആ വരുണൻ എൻ്റെ ഹൃദയത്തെ കഷ്ടപ്പെടുത്താതെ കഷ്ടപ്പെടുത്തുന്നവരെല്ലാം എന്നിൽ നിന്ന് അകറ്റണമേ. ഇവിടെ പറയുന്നത് സൂര്യനെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് വരുണൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വലിയ വഴി സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ഓർബിറ്റ്. വരുണൻ എന്ന് പറഞ്ഞാൽ ഓർബിറ്റാണ്. അപ്പോൾ സൂര്യനും അതിന് ചുറ്റും നവഗ്രഹങ്ങളുമുണ്ട്. ഈ സൂര്യൻ നവഗ്രഹങ്ങളെയും കൂട്ടിക്കൊണ്ട് ഈ സൂര്യൻ എന്ത് ചെയ്യാണ്? വേറൊരു വഴിയിലൂടെ അങ്ങ് പോവുകയാണ്. നമുക്ക് ആ വഴി ചിന്തിക്കാൻ പോലും പറ്റില്ല. ആകാശത്തിലൂടെ അങ്ങനെ ഒരു വഴിയിട്ടുണ്ട്. അതും ഒരു ഓർബിറ്റാണ്. അതാണ് വരുണൻ എന്ന് പറയുന്നത്. അപ്പം വരുണൻ എന്ത് ചെയ്തിട്ടുണ്ട്?
സൂര്യനിൽ സഞ്ചരിക്കാൻ ഒരു വഴി ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഭൂമി സൂര്യന് ചുറ്റുന്നു, സൂര്യൻ നടുവില്, ഭൂമിയും മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം അതിന് ചുറ്റും ചുറ്റുന്നു. പക്ഷെ ഇവയെല്ലാം കൂടിയിട്ട് സൂര്യൻ ഭരിച്ചുകൊണ്ട് വേറൊരു വഴിയിലൂട്ടി പോകുന്നുണ്ട്. അപ്പം വരുണൻ എന്ത് ചെയ്തിട്ടുണ്ട്? സൂര്യനെ സഞ്ചരിക്കാൻ വലിയൊരു വഴി ഉണ്ടാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലെന്ത് പറയുന്നു? അതുപോലെ ആകാശത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനൊന്നുമില്ല. നിരാശ അങ്ങനെ ശൂന്യമായി കിടക്കുകയാണ്. ആ നിരാശ്രയമായ ആകാശത്തിൽ സൂര്യന്റെ പാദം ഉറപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥിതി ചെയ്തു. പാദം എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കാനുള്ള വ്യവസ്ഥിതി ചെയ്തു. അപ്പൊ ആ ഭ്രമണപഥത്തിൽ സൂര്യൻ എന്ത് ചെയ്യാം? തെറിച്ചു പോകാതെ അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. ഏതുപോലെ എന്ന് വെച്ചാൽ ഭൂമി സൂര്യന് ചുറ്റും അതിന്റെ ഭ്രമണപഥത്തിൽ കടന്നുണ്ട്. അതാണ് വരുണൻ. അതിൽ ചുറ്റി കറങ്ങുമ്പോൾ അത് തെറിച്ചൊന്നും പോയില്ല. അതിൽ നിന്ന് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ തെറിച്ചു പോകും. അകത്തേക്ക് പോയാലും ഭൂമിയിലോട്ടേക്ക് അല്ല സൂര്യനിലേക്ക് വീണു. അപ്പൊ ആ വഴിയിൽ വ്യവസ്ഥ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നീ ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ കറങ്ങിക്കോ, വഴി തെറിയിക്കില്ല. എല്ലാ ഗ്രഹങ്ങളുണ്ട്. അതുപോലെ തന്നെ സൂര്യന് ഒരു വലിയ വഴിയിലൂട്ട സഞ്ചരിക്കുന്നുണ്ട്. സൂര്യനോടും പറഞ്ഞിരിക്കുക, നീ അതിലെ കിടന്ന് കറങ്ങിക്കോ, എങ്ങോട്ടും തെറിക്കില്ല. പക്ഷെ അതിൽ നിന്ന് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ആ വഴിയിലൂടെ പോകാം, ആ ഓർബിറ്റിലൂടെ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ നീ തെറിച്ചു. അതുകൊണ്ട് അതും ആരുണ്ടാക്കി വെച്ചു കൊടുത്തിരിക്കുന്ന നിയമങ്ങൾ വരുണൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതിനുള്ള പാദം ഉറപ്പിക്കുന്നതിനുള്ള, അതായത് അവിടെ ഉറച്ചു നിന്നുകൊണ്ട് എനിക്ക് അതിലൂട്ട കറങ്ങണം, പിന്നെ മാറിക്കല്ലേതോ. ആ വരുണൻ എൻ്റെ ഹൃദയത്തെ കഷ്ടപ്പെടുത്തുന്നവരെ എല്ലാം അകറ്റണം എന്നും പറയുന്നുണ്ട്. അതായത് ആ വരുണൻ എന്ത് ചെയ്യുന്നത്? ഈ ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ചാണ് നമ്മുടെ ജീവിതവും മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാം രക്ഷിക്കുന്നത് ഈ ഗ്രഹങ്ങളുടെ ചലനം കൊണ്ടാണ്. അതെല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വരുണൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി 9-ാം അധ്യായം. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 24-9. ശതം തേ രാജൻ ഭിഷജ സഹസ്രമൂർവി ഗഭീര സുമതിഷ്ഠേ അസ്തോ ബാധസ്വ ദൂരേ നിർഹൃതിം പരാജൈകൃതം ചിദേന പ്രമുമുഖ്യ അസ്മത്. വരുണന്റെ അടുക്കൽ അസംഖ്യം ഉപായങ്ങളുണ്ട്. വരുണന്റെ സൂക്ഷ്മ ബുദ്ധി ഗംഭീരവും അഗാധവുമാണ്. അവൻ പാപശക്തികളെ നശിപ്പിക്കുന്നു. ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ. എന്ത് പറയുകയാണ് ഇതില്? നിന്റെ പക്കൽ അസംഖ്യം ഉപായങ്ങളുണ്ട്. ഈ വരുണ നിയമങ്ങൾ അനുസരിച്ച് ആ ഉപായ വഴി അനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. കാരണം നമുക്ക് ആറ്റത്തിൽ നിന്ന് തന്നെ ഉറങ്ങാം. ആറ്റത്തിൽ ഇലക്ട്രോണിന് ന്യൂക്ലിയസിൽ ചുറ്റുന്നു. അപ്പോൾ അവിടെ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ഓർബിറ്റിൽ ഇത്ര എണ്ണം മാത്രമേ ചുറ്റാവൂ എന്നുള്ള നിയമങ്ങളെല്ലാം ഉണ്ട്. അത് കെമിസ്ട്രി പഠിക്കുമ്പോൾ അറിയാം. ഒന്നാമത്തെ ഓർബിറ്റിൽ ഇത്രയാകാം, മാക്സിമം 2 വരെയാകാൻ പാടുള്ളൂ. രണ്ടാമത്തേതിൽ 8, അങ്ങനെ ഇങ്ങനെ കണക്കുണ്ട്. ഓർബിറ്റിൽ എത്ര എണ്ണമൊന്നും കറങ്ങിക്കൂടാ. ഓരോ ഓർബിറ്റിൽ ഇത്ര എന്നുള്ളതിന് കണക്കുണ്ട്. അതേസമയം തന്നെ ഏറ്റവും പുറത്ത് എത്ര ഇലക്ട്രോൺ വേണം? 8 എണ്ണം വേണം. 8 എണ്ണയിലേക്ക് എവിടെയെങ്കിലും കൂടിച്ചേർന്നിട്ട് 8 ആയിക്കോളണം. അങ്ങനെയാണ് ഈ ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ട് വലിയ വലിയ ആറ്റങ്ങളും പല വസ്തുക്കളും ഉണ്ടായി നമ്മളും എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഈ ആറ്റങ്ങൾ കൂടിയിട്ടാണ്. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ ഗോളങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇത് ഈ ഗോളങ്ങളെയും സൂര്യനെ ചുറ്റും ചുറ്റിയിട്ട് ഭൂമിയെല്ലാം സൂര്യനെ ചുറ്റും ചുറ്റിച്ചിട്ടാണ്. ആ ചുറ്റുന്നതിൻ്റെ പ്രത്യേകത കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? നമുക്ക് കാലാവസ്ഥ വ്യത്യസ്ത തരം സീസൺസ് ഉണ്ടാകുന്നത്, ഋതുക്കൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ചില സമയത്ത് മഴ കിട്ടുന്നതും ചില സമയത്ത് ചൂട് കിട്ടുന്നതും. അല്ലാതെ ഒരേപോലെ ചുറ്റിയിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടാവില്ല, എപ്പം ചൂടായിരിക്കും. അപ്പം പിന്നെ വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ചുറ്റുന്നതുകൊണ്ടാണ് സൂര്യനോട് അടുക്കുമ്പോൾ ചൂട്, അകലുമ്പോൾ തണുപ്പ്, ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ ആ വ്യവസ്ഥതയെല്ലാം ആരുണ്ടാക്കി വെച്ചാണ്? ഈ വരുണനെ. അപ്പോൾ അസംഖ്യ ഉപായങ്ങളുണ്ട്.
ഈ ഉപായങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ. അതുമാതിരി മരുത്തുക്കളുണ്ട്, മരുത്തുക്കൾ ചുറ്റുന്നുണ്ട്. മരുത്തുക്കളോട് ഭൂമിയോട് അടുക്കുമ്പോഴാണ് എല്ലാം ഇവിടെ വെള്ളമെല്ലാം മുട്ടോളം വരും, മലകളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വരും. എല്ലാം മരുത്തുകൾ എടുക്കുമ്പോൾ അതിനുള്ള സിസ്റ്റം എല്ലാം ചാനലെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ആവശ്യം തന്നെയാണ്. മഴ പെയ്യുന്നതുകൊണ്ടല്ലേ കൃഷിയെല്ലാം ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പം കുറച്ച് കൂടി പോവും, അങ്ങനെയുള്ള ചെറിയ ദോഷങ്ങളും ഉണ്ട്. അപ്പം എന്നിട്ട് അങ്ങയുടെ അടുത്ത് അസംഖ്യം ഉപായങ്ങളുണ്ട്. അങ്ങയുടെ ബുദ്ധി ഭയങ്കര സൂക്ഷ്മമാണ്. ബുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് കെമിസ്ട്രി പഠിക്കുക എന്നെല്ലാം പറഞ്ഞാൽ ഈ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ ഇതെല്ലാം പഠിക്കുന്ന അത് തന്നെയാണ് ബുദ്ധി. ഈ ബുദ്ധി ആരുടെ ബുദ്ധിയാണ്? ഈ ഓർബിറ്റുകളുടെ എല്ലാം ബുദ്ധിയാണ്. ഈ ഓർബിറ്റുകളുടെ ബുദ്ധി എന്താണ്? വരുണൻ്റെ ബുദ്ധിയാണ്. ബുദ്ധി ഗംഭീരവും അഗാധവുമാണ്. ആ ജ്ഞാനെല്ലാം മനസ്സിലാക്കി ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയെല്ലാം മനസ്സിലാക്കുന്നത് ഭയങ്കര അഗാധമായ ജ്ഞാനമാണ്. അങ്ങ് പാപശക്തികളെയെല്ലാം നശിപ്പിക്കും. അതായത് ആ ഒരു പ്രത്യേക ക്രമത്തിൽ ചലിക്കുന്നത് കൊണ്ടാണ് ലോകത്തിലെ അധർമ്മങ്ങളെല്ലാം വരുമ്പോൾ, ഓരോ കാലഘട്ടം വരുമ്പോൾ ആ ധർമ്മികളെ മുഴുവൻ അവതരിച്ച് കൊല്ലുന്നെല്ലാം പറയുന്നില്ലേ? അതെല്ലാം എന്തുകൊണ്ടാണ്? ഈ പാപങ്ങളെല്ലാം നീക്കാൻ വേണ്ടിയിട്ട് ചില സീസൺസ് വരുമ്പോൾ പാപികൾ വരുമ്പോൾ പുതിയൊരു കാലം വന്നിട്ട് അതിനെല്ലാം അടിച്ച് അധർമ്മികളെല്ലാം ഇല്ലാതാക്കി പുതിയൊരു നല്ലൊരു സിസ്റ്റം ഉണ്ടാക്കി വെക്കും. ഇതെല്ലാം പിന്നിൽ കളിക്കുന്നത് എന്താണ്? ഈ ഗ്രഹങ്ങളുടെ ഓർബിറ്റുകളാണ്. ഓർബിറ്റിലുണ്ടാകുന്ന മാറ്റം, ഈ മരുത്തുക്കളെല്ലാം ഭൂമിയോട് അടുക്കുമ്പോഴാണ് ഈ വ്യത്യസ്ത തരം കൃതയുഗം, ത്രേതായുഗം ഇങ്ങനെയെല്ലാം ലോകം പുരോഗമിക്കുന്നത്. നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ മുക്തമാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് നമ്മളെ കർമ്മം ചെയ്യാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ 4 ഋതുക്കൾ ഉണ്ടാക്കി, അതുപോലെ തന്നെ 4 യുഗങ്ങളുണ്ടായി, കൃതയുഗം, ത്രേതായുഗം. അതിലൂടെ ലോകത്തെ പുരോഗമിപ്പിക്കുന്നു. കാലം മാറുന്നതനുസരിച്ച് പുരോഗതി ഉണ്ടാകും. ആ പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുകയാണ്. കർമ്മം ചെയ്യുമ്പോഴെപ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാകാണ് പാപമായിട്ട് ചിത്രീകരിക്കും. കഷ്ടപ്പാടുണ്ടാകുമ്പോൾ അത് പാപമാണ്. അപ്പോൾ അതിനോട് പറയുകയാണ് നമ്മളധികം കഷ്ടപ്പെടുത്താതെ നമ്മളെ കർമ്മങ്ങളെല്ലാം സ്മൂത്തായിട്ട് ചെയ്തു തരണം, സ്മൂത്തായിട്ട് ചെയ്യാൻ സഹായിക്കണേ. അതായത് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുമ്പോൾ നമുക്ക് ചെയ്യുന്ന പണിയെല്ലാം എളുപ്പത്തിൽ സുഖമാണ്. ഗ്രഹങ്ങളെതിരായിട്ട് നിൽക്കുമ്പോൾ നമ്മളെ ജോലിയെല്ലാം പാടായി മാറും, പാപികളായിട്ട് നമ്മൾ മാറും, കഷ്ടപ്പെടും, ദുഃഖം ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് വലിയ നമ്മുടെ സുഖദുഃഖങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ വരുണൻ്റെ നിയമങ്ങളെ വലിയ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന ആ ഭ്രമണപഥത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ആസ്ട്രോളജിയെല്ലാമായിട്ട് ബന്ധപ്പെട്ട ഒരു സൂക്തങ്ങളാണ് ഇത്.